എക്സൽ അക്കാദമി 9th ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. മുക്തിബോധിന്റെ പക്ഷി ഓർ ദീമക് എന്ന കഹാനിയുടെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ലേക്കിൻ ഏസാ കിത്തനെ ദിനോ തക്ക് ചൽത്താ, പക്ഷേ അങ്ങനെ എത്ര ദിവസങ്ങൾ കടന്നു പോകും. ഉസ്കെ പങ്കോ കി സംഖ്യ ലഗാതാർ ഗഡ്തി ചലി ഗയി, അതിൻ്റെ തൂവലുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. നമ്മുടെ യുവാവായിട്ടുള്ള പക്ഷി, നൗജവാൻ പക്ഷിയുടെ തൂവലിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. കാരണം എന്താണ്? തൂവലുകൾ, ഒരു തൂവൽ കൊടുക്കും, 2 ചിതൽ വാങ്ങുന്ന ഈ സമ്പ്രദായം തുടർന്നു പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അബ് വഹ് ഊഞ്ചായെ പർ അപന സന്തുലൻ സാത്ത് നഹി സക്താ താ, ന ബഹുത് സമയ തക് പങ്ക് ഉസേ സഹാരാതെ സക്താതെ. ഇപ്പോൾ അതിന്, യുവാവായിട്ടുള്ള പക്ഷിക്ക് ഉയരത്തിൽ തൻ്റെ ശരിയായ സന്തുലനവും സാധ്യമാകുന്നില്ല. കൂടുതൽ സമയം ചിറകുകൾക്ക് ആശ്രയം നൽകാൻ കഴിയുന്നുമില്ല. കഴിയെന്ന് പറഞ്ഞാൽ എത്ര, സംഖ്യ, എണ്ണം, ഘടന കുറയുക. സന്തുലനം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തുലനം, സഹാര, ആശ്രയം. തീർച്ചയായിട്ടും ഒരു പക്ഷിക്ക് പറക്കാൻ സാധിക്കും. നമുക്ക് പ്രാവിനെയൊക്കെ വളർത്തുന്നവർക്കറിയാം, ചിറക് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇണങ്ങുന്നവരെ വേറെ അങ്ങോട്ട് പറക്കാണ്ടിരിക്കാനാണ് നമ്മൾ ചിറകുകൾ വെട്ടിയിട്ട്, അല്ലേ? അത് ഓട്ടോമാറ്റിക് ഉണ്ടായതിനു ശേഷം മാത്രമാണ് അത് ഉയരത്തിൽ പറക്കുക. അല്ലാത്ത പക്ഷം അതെന്താണ്, ചിറക് പിന്നെ കുത്തിയിട്ടാലേ നിലത്ത് നിന്നോളൂ. അപ്പോൾ ചിറകിൽ അല്ലെങ്കിൽ തൂവലിലാണ് ഇവർക്ക്, പക്ഷികൾക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. ഒരു പക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുക പറക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് സാധ്യമായിട്ടില്ലെങ്കിൽ അതിന് പക്ഷി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियां, गुर्बदों और बुर्जों पर ഹാഫ്തെ हुए बैठे जाने पड़ता. ആകാശയാത്രക്കിടയിൽ അതിന് പെട്ടെന്ന് പർവ്വതങ്ങളിലും പാറകളിലും മരക്കൊമ്പിൻ്റെ തുഞ്ചത്തും താഴ്വരക്കുടങ്ങളിലും അതേപോലെ ഗോപുരങ്ങളിലും അണച്ചുകൊണ്ട് ഇരിക്കേണ്ടി വന്ന് അവന് കൂടുതൽ ദൈർഘ്യം കൂടിയ സമയത്ത് പറക്കാൻ കഴിയുന്നില്ല. അപ്പോഴൊക്കെ എന്താ, അടുത്ത് കണ്ടുള്ള കൊമ്പിൻ്റെ മുകളിൽ, അതേപോലെ ഗോപുരത്തിൻ്റെ മുകളിൽ, പാറേൻ്റെ മുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ പറക്കാൻ പറ്റിയിട്ടുള്ളൂ. ഗുൻബന്ദ് താഴികക്കുടം, അതേപോലെ ചട്ടാന പാറ, അല്ലേ? ചട്ടാൻ എന്ന് പറഞ്ഞാൽ റോക്ക്, പിന്നെ അതിൽ ഗോപുരം, ബുർജ് എന്ന് പറഞ്ഞാൽ ഗോപുരം, ചോട്ടിയാം എന്ന് പറഞ്ഞാൽ കൊടിമുടി, ഹാഫ്തെ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട്, ഉസ്കെ പരിവാർ വാലോ തഥാ മിത്ര ഊഞ്ചായെ പാർ തൈർത്തെ ഹുവേ ആകെ ബഡ് ജാത്തെ, അതിൻ്റെ കുടുംബത്തിലുള്ളവരും കൂട്ടുകാരും വായുവിൽ നീന്തി പറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തൈർത്തെ എന്ന് പറഞ്ഞാൽ നീന്തുക, പറക്കുക എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. വഹ് ബഹുത്ത് പിച്ചഡ് ജാത്ത, നൗജവാൻ പക്ഷി വളരെ പിന്നിലായിരുന്നു. ഫിർ ബി ദീമക് ഗാനെ കാ ഉസ്കാ ഷൗക്ക് കം നഹി ഹുവാ, എന്നിട്ടും ചിതലിനെ തിന്നാനുള്ള താല്പര്യം ഉപേക്ഷിച്ചില്ല. അവനിപ്പോൾ പറക്കാനൊന്നും കാര്യമായി സാധിക്കുന്നില്ല. എന്നിട്ടും എന്താണ് പറയുക, അവന് പറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിതലുകളുടെയുള്ള ആ ഒരു ഇഷ്ടം, അല്ലേ, അത് അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പം അത് ഉപേക്ഷിക്കാൻ ആര് തയ്യാറായില്ല? ഈ നൗജവാൻ പക്ഷി തയ്യാറായില്ല എന്നാണ് പറഞ്ഞത്. പിച്ചഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ, ഷൗക്ക് എന്നാൽ നമുക്ക് താല്പര്യം. ദീമക്കോ കെ ലിയെ ഗാഡി വാലേക്കോ വഹ് അപ്പനെ പങ്ക് തോട് കർ ലേത്താ രഹാ, ചിതലുകൾക്ക് വേണ്ടി വണ്ടിക്കാരന് അത് തൻ്റെ തൂവലുകൾ പിഴുതു കൊടുത്തുകൊണ്ടേയിരുന്നു. ഫിർ ഉസ്നെ സോച്ചാക്കി ആസ്മാൻ മേ ഉഡ്താ ഹി ഫെജൂൽ ഹേ, വഹ് മുർഗോ കാ കാം ഹേ, പിന്നീട് ആകാശത്ത് പറക്കുന്നത് തന്നെ വെറുതെയാണെന്ന് അവന് തോന്നി. അത് വിഡ്ഢികളുടെ ജോലിയാണ്. ഏത്? ആകാശത്ത് പറന്ന് നടക്കുന്നത് വെറുതെയാണ്. അതേപോലെ അവരെ പറക്കുന്ന ആളുകൾക്ക് എന്താ, വിഡ്ഢികളാണെന്നാണ് പറയുന്നത്. ഫിജൂൽ എന്ന് പറഞ്ഞാൽ വെറുതെ, മുർഗ് എന്ന് പറഞ്ഞാൽ എന്താ, വിഡ്ഢി. ഉസ്കി ഹാലത്ത് യഹ് ദി കി അബ് വഹ് ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താ താ, ഇപ്പോൾ അതിന് ആകാശത്ത് പറക്കാനേ കഴിയുന്നില്ല എന്ന അവസ്ഥയിലായിട്ടുണ്ട്, അല്ലേ? തീരെ പറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. വഹ് സിർഫ് ഏക്ക് പേട് സേ ഉഡ്കർ ദൂസരെ പേട് തക്ക് പഹുഞ്ചി പാത്ത, അത് ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്തിലെത്തുക മാത്രമാണ് ചെയ്തത്. ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക്. നമുക്കറിയാം, ചെറിയ പക്ഷിക്കുട്ടികളൊക്കെ, പറക്കാൻ പറ്റാത്ത കുട്ടികൾ ഉയരത്തിൽ നിന്ന് താഴെ കൊമ്പിലേക്ക് ഇങ്ങനെ ചാടി അണ്ണാനൊക്കെ കളിക്കുന്ന പോലെ കളിക്കുന്നത് കാണാം. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗയി, ക്രമേണ പതുക്കെ അതിൻ്റെ ഈ ഒരു കഴിവും അതും കുറഞ്ഞു വരുന്നു എന്നാണ് പറഞ്ഞത്. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक टाल से लगी हुई दूसरी टाल पर चलकर कूदकर पहुंच जाता, लेकिन दीमक खाने का शौक नहीं छूटा.
അത് വളരെ കഷ്ടപ്പെട്ട് മരത്തിന്റെ ഒരു കമ്പോട് ചേർന്ന മറ്റൊരു കമ്പിലേക്ക് നടന്നും ചാടിയും എത്തേണ്ട ഒരു സമയം വന്നു. എന്നിട്ടും ചിതലുകളെ തിന്നാനുള്ള ആ താല്പര്യം ആ യുവാവായിട്ടുള്ള നൗജവാൻ പക്ഷി ഉപേക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അതിൽ ഹാലത്ത് അവസ്ഥ ധീരെ ധീരെ പതിയെ സ്ലോലി മുഷ്കിൽ കഷ്ടിച്ച് ഹാർഡ്ലി പിന്നെ ഫുദ്കന ചാടുക ചുഡ്ന വഴുതുക സ്ലിപ്പാവുക. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്താ ദേ ജാത്ത. ഇടയ്ക്കിടയ്ക്ക് കച്ചവടക്കാരൻ ആ ചതി കാണിച്ചിരുന്നു. വഹ് കഹി നസർ മേ ന ആത്ത. അയാളെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. കച്ചവടക്കാരൻ ഇടയ്ക്ക് മുങ്ങുന്നതായിട്ടാണ് പറയുന്നത്. നമ്മൾ മീൻകാരനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മീൻകാരൻ വന്നില്ല, എങ്ങനെ ഉണ്ടാവും? അതേ മോഡലാണ് നമ്മുടെ ഈ പക്ഷി. നമ്മളെ കച്ചവടക്കാരനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം മുങ്ങാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷി ഉസ്കെ ഇന്ദസാർ മേ ഗുൽത്താരത്ത. പക്ഷേ ആ യുവാവായിട്ടുള്ള പക്ഷി അയാളെ പ്രതീക്ഷിച്ച് അലഞ്ഞു നടന്നു. കഹി എങ്ങും, ഗുൽന എന്ന് പറഞ്ഞാൽ ഉരുകിയിരിക്കുക, കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുക എന്നുള്ളതൊക്കെ ഒരു മീനിങ്ങിലാണ് കേട്ടോ. ക്ഷീണിക്കുക എന്നുള്ള അർത്ഥവും ഉണ്ട്. ടാൽ എന്ന് പറഞ്ഞാൽ കൊമ്പ്, ഫുദ്കർ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, കൊമ്പ് എന്നുള്ള മീനിങ്ങും ഉണ്ട്. അതിൽ ശക്തി കം ഹോഗ്തി ഹെ എന്ന് പറഞ്ഞാൽ എന്താ, കം എന്ന് പറഞ്ഞാൽ എന്താ, കുറവ് എന്നുള്ള കേട്ടോ. ലേക്കിൻ ദീമകോ കാ ശൗക്ക് ജോ ഉസേദാ ഉസ്നെ സോച്ചാ മേ ഗുദ് ദീമകോ ടൂട്ട്ഗാ. പക്ഷേ ചിതലുകളോടുള്ള താല്പര്യം അതിന് ഉണ്ടായിരുന്നു. താൻ തനിയെ ചിതലുകളെ തിരയുക എന്നത് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അതെ, കുറച്ച് ദിവസം ചിതലുകളെ തിന്നാത്തതുകൊണ്ട് വണ്ടിക്കാരനെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, അവൻ ഒറ്റയ്ക്ക് ചിതലുകളെ തിരിയാൻ തുടങ്ങി. इसलिए वह पेड़ पर से उतर गया, जमीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. അതുകൊണ്ട് അത് മരത്തിൽ നിന്നിറങ്ങി നിലത്തു വന്ന് പുൽപ്പടപ്പിനുള്ളിൽ ചുരുണ്ടുകൂടിയിരുന്നു. അല്ലേ, ചിതലുകൾ എവിടെ ഉണ്ടാവുക? നമ്മുടെ മണ്ണിലാണ് ഉണ്ടാവുക. ഗുദ് എന്ന് പറഞ്ഞാൽ സെൽഫ്, ഗുജ്ജെ എന്ന് പറഞ്ഞാൽ കൂട്ടം, സിമഡ്കർ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കൂടിയിരിക്കുക, ജമീൻ മണ്ണ് നിലം. ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കെ ജി മേ നാ മാലൂം ക്യാ ആയാ. പിന്നീട് ഒരു ദിവസം ആ പക്ഷിയുടെ മനസ്സിലേക്ക് എന്താണ് വന്നതെന്ന് അറിയില്ല. വഹ് ബഹുത്ത് മെഹനത്ത് സെ ജമീൻ മേ സെ ദീമകോ ചുൻ ചുൻകർ ഗാനെ കെ ബച്ചായി ഉൻഹെ ഇക്ടാ കർത്താ ലഗ. അത് വളരെ കഷ്ടപ്പെട്ട് നിലത്തുനിന്ന് ചിതലുകളെ പെറുക്കിയെടുത്ത് തിന്നുന്നതോടൊപ്പം തന്നെ അവയെ ശേഖരിക്കാനും തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഇക്ട എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, ബച്ചായ പകരം. അബ് ഉസ്കെ പാസ് ദീമകോ കെ ഠേർ ഹോ ഗയ. ഠേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം. ഇപ്പോൾ അതിൻ്റെ പക്കൽ ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു. അല്ലേ, ചിതലുകൾ പെറുക്കിയെടുത്ത് തിന്നുന്നുണ്ട്, പോരാത്തത് എന്താ, അത് ശേഖരിക്കുന്നുണ്ട്. ഇപ്പം എന്താ, അതിൻ്റെ പക്കൽ ഒരുപാട് ചിതലുകൾ ഒറ്റയ്ക്ക് ആ പക്ഷി തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലേ, എന്താ ഒരു പറ്റിയതെന്നറിയില്ല, പെട്ടെന്നൊരു മനമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആർക്ക്? നമ്മുടെ പക്ഷിക്ക്. ഫിർ ഏക് ദിൻ ഏക് ഏക് വഹ് ഗാഡി വാല ദിഖായ് ദിയ. പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് ആ വണ്ടിക്കാരൻ പ്രത്യക്ഷപ്പെട്ട്. പക്ഷിക്കോ ബെഡി ഖുശി ഹുയി. പക്ഷിക്ക് വലിയ സന്തോഷമായി. ഉസ്നെ പുകാർ കഹാ ഗാഡി വാലെ, ഓ ഗാഡി വാലെ, മേ കബ് സെ തുമാരാ ഇന്തസാർ കാർ രഹാ താ. നൗജവാൻ പക്ഷി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വണ്ടിക്കാരാ വണ്ടിക്കാരാ, ഞാൻ എന്ന് മുതൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതിൽ പുക്കാക്കർ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പറയാ, ഇന്തസാർ പ്രതീക്ഷ. നമ്മുടെ ഈ വണ്ടിക്കാരനെ അപ്രത്യക്ഷനായിട്ടുണ്ട്, ഇപ്പോൾ ഒരിക്കലും എന്താണ് പ്രത്യക്ഷനായിട്ടും ഉണ്ട്. അവർ സ്കിപ്പായി നടക്കുകയായിരുന്നു. വണ്ടിക്കാരനെ തീരെ കാണാത്തത് കൊണ്ടാണ് നമ്മുടെ പക്ഷി മണ്ണിൽ ഇറങ്ങി ചിതലുകളൊക്കെ പെറുക്കിയെടുത്ത് തിന്നുന്നുണ്ട്, ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. ഇപ്പം പക്ഷിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ആരെ കാണുമ്പോൾ? ഈ വണ്ടിക്കാരനെ കാണുമ്പോൾ. പഹചാനി ആവാസ് സുൻകർ ഗാഡി വാല റുക് ഗയ. അതെ, പരിചയമുള്ള ആ ശബ്ദം കേട്ടപ്പോൾ വണ്ടിക്കാരൻ പെട്ടെന്ന് നിന്നു. तब पक्षी ने कहा, देखो मैंने कितनी सारी दीमको जमा कर ली है. അപ്പോൾ പക്ഷിക്കാരൻ വണ്ടിക്കാരനോട് പറഞ്ഞു, നോക്കൂ, ഞാൻ എത്ര ചിതലുകളെയാണ് ശേഖരിച്ചതെന്ന് നോക്കൂ. ഗാഡി വാലേക്കോ പക്ഷി കി ബാത്ത് സമജ് മേ നഹി ആയി. വണ്ടിക്കാരന് പക്ഷി പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്ന കഹാ തോ മേ ക്യാ കരൂ. പക്ഷേ വണ്ടിക്കാരൻ എന്താ പറഞ്ഞത്? വേറെ ഒന്നും കേട്ടതൊന്നും പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലേലും അദ്ദേഹം പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്യണം? അതിന് അതന്നെ ചോദിച്ചത് അല്ലേ, അതിന് ഞാൻ ഇപ്പം എന്ത് വേണം? ये मेरी दीमक को ले लो और मेरे पंख मुझे वापस कर दो. പക്ഷി ने जवाब दिया.
എൻ്റെ ഈ ചിതലുകൾ നിങ്ങൾ എടുത്തോളൂ, എൻ്റെ തൂവലുകൾ തിരിച്ചു തരൂ എന്നാണ് പക്ഷി മറുപടി നൽകിയത്. സംഭവം അതാണ് അല്ലേ. എന്താണ് ഈ ചിതലുകളൊക്കെ കൊടുത്തിട്ട് തൻ്റെ ആ കൊടുത്ത തൂവലുകൾ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആരോട് പറയുന്നത്? വണ്ടിക്കാരനോട് ഈ നൗജവാൻ പക്ഷി പറയുന്നത്. ഗാഡിവാല ടഡാക്കർ ഹാസ് പടാ, തിരിച്ചു കിട്ടുമോ എവിടെ അല്ലേ? വണ്ടിക്കാരൻ എന്താ പറഞ്ഞത്? വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. उसने कहा बेवकूफ, मैं दीमक के बदल पंग लेता हूँ, पंग के बदले दीमक नहीं. അയാൾ പറഞ്ഞു, വിഡ്ഢി, ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകളല്ല എടുക്കുന്നത്, തൂവലുകൾക്ക് പകരം ചിതലുകളല്ല. അതേ വണ്ടിക്കാരൻ എന്താണ് ചെയ്തത്? നമ്മൾ ചിതല് വിൽപ്പന നടത്തി തൂവലുകൾ ശേഖരിക്കാൻ മാത്രമാണ് ചെയ്തത്. തിരിച്ചുള്ള കാര്യം വണ്ടിക്കാരൻ ചെയ്യുന്നില്ല എന്ന് വളരെ വ്യക്തത്തിൽ പരിഹസിച്ചുകൊണ്ട് വിഡ്ഢി എന്നുള്ള സംബോധനയിലാണ് അദ്ദേഹം പക്ഷിയെ കളിയാക്കുന്നത്. കടയിൽ പോകുന്ന സമയത്ത് കടക്കാരൻ നമുക്ക് ചില്ലറ തരാനുണ്ടെങ്കിൽ പകരം ഒരു മിഠായി തരും. നേരെ മറിച്ച് നമുക്ക് അങ്ങോട്ട് ചില്ലറ കൊടുക്കാനാണുള്ളത്, നമ്മളെ കീശയിൽ നിന്ന് ഒരു മിഠായി അങ്ങോട്ട് കൊടുത്താൽ അവർ സ്വീകരിക്കുമോ? ഇല്ല. അതേ അവസ്ഥ തന്നെ ഇവിടെ. ചിതലുകൾ അങ്ങോട്ട് നൽകിക്കൊണ്ട് തൂവൽ തരാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അത് വണ്ടിക്കാരൻ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഗാഡി വാലേനെ പങ്ക് ശബ്ദ പർ ബഹുത്ത് സോർ ദിയ. വണ്ടിക്കാരൻ തൂവൽ എന്ന ആ വാക്കിന് വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മൾ തൂവൽ തന്നിട്ട് നമ്മളെ ചിതൽ അങ്ങോട്ട് കൊടുക്കുകയാണ് വണ്ടിക്കാരൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ആ തൂവൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടിക്കാരന് ഈ ഒരു പക്ഷിനെ യാതൊരുവിധ മൈൻഡും ഇല്ല. അല്ലെങ്കിൽ എന്താണ്, ഡെയിലി പക്ഷിക്ക് വേണ്ട ചിതലുകൾ കൊടുക്കുന്നതും തൂവൽ സ്വീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ തൂവലുകളൊന്നും ഇല്ലാത്ത സമയത്ത് പക്ഷിയെ വണ്ടിക്കാരന് ഒരു മൈൻഡും ഇല്ലായിരുന്നു. ഗാഡിവാല ചലാ ഗയാ, പക്ഷി ചട്പടാക്കർ രഹ് ഗയാ. വണ്ടിക്കാരൻ പോയി, പക്ഷി സ്തംഭിച്ചിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പക്ഷി സ്തംഭിച്ചിരിക്കുകയാണ്. एक दिन एक काली बिल्ली आई और अपने मुंह में उसे दबाकर चली गई. അതെ, പറക്കാൻ വയ്യാതെ തൂവലുകൾ ഇല്ലാതെ തൂവലുകൾ തിരിച്ചു ചോദിച്ച് കടക്കാരൻ റിജക്റ്റ് പോയ അവസരത്തിൽ ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്ന് തൻ്റെ വായിൽ അതിനെ അമർത്തി നടന്നുപോയി. അതെ, അതിനെ ഒരു പക്ഷിയെ കറുത്ത പൂച്ച വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. തബ് ഉസ് പക്ഷി കാ ഗുൻ ടബ് കർ ജമീൻ പർ ബൂന്ദേ കി ലക്കീർ ബനാ രഹാ താ. അപ്പോൾ ആ പക്ഷിയുടെ രക്തം തുള്ളി തുള്ളിയായി നിലത്ത് വീണ് ഒരു രേഖ വരയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ രക്തം ഒരു പൂച്ച ഒരു പക്ഷിയെ പിടിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായിട്ടും അതിൻ്റെ ബ്ലഡ് ഒരു ലൈന് രൂപത്തിൽ ആ നടന്നു പോയ പൂച്ച പക്ഷിയെ പിടിച്ച് അമർത്തി കൊണ്ടുപോകുന്ന ആ ദൂരത്തേക്ക് ചോര തുള്ളി തുള്ളി ഇട്ട് ഒരു ലൈന് രൂപത്തിലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതേ, പൂച്ച വന്ന സമയത്ത് ഒരു ഇഞ്ച് പോലും പറക്കാൻ പറ്റാതെയാണ് പക്ഷി ഈ പൂച്ചയുടെ വായിൽ അകപ്പെടുന്നത്. പുകാർന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിളിക്കുക, ആവാസ് ശബ്ദം. ജമാ കർണ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. വാപ്പസ് കർണ തിരിച്ചു തരിക, റിട്ടേൺ. വാപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺ. കേക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻലി എന്നുള്ള. ഖുഷി സന്തോഷം. ബേവക്കൂഫ് വിഡ്ഢിയായ, ഫൂളിഷ്. ബദൽന പകരം. ഗുൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് രക്തം. ചട്പടാന എന്ന് പറഞ്ഞാൽ സ്തംഭിച്ച് നിൽക്കുക. കാലി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, കാല എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. ലക്കീർ എന്ന് പറഞ്ഞാൽ വര, ലൈൻ. പേജ് നമ്പർ 18 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷി അപ്പനെ പങ്ക് ദേക്കർ ദീമക് ലേത്താ ഹേ, യഹാ പക്ഷി കാ കോൻ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹേ. പക്ഷി തൻ്റെ തൂവൽ നൽകി ചിതലുകളുടെ എടുക്കുന്നു. ഇവിടെ പക്ഷിയുടെ ഏതു മനോഭാവമാണ് പ്രകടമാവുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, ഒരു ജോലിയും ചെയ്യാതെ ആഹാരം കഴിക്കാനുള്ള അലസ മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. വായുവിൽ പറക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രാണികളെ ഭക്ഷിച്ച് വിശപ്പടക്കിയിരുന്നു. പക്ഷെ തൂവലുകൾ നൽകി ചിതലുകളെ കിട്ടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അതിന് പറക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു പക്ഷിയായി മടിയനായിട്ട് മാറിയിട്ടുണ്ട് ആ നൗജവാൻ പക്ഷി. കോയി ബി കാം കിയ ബിനാ ഭോജൻ കർണ കാ ആലസി മനോഭാവ് യഹാം പ്രകട് ഹോത്താ ഹേ. हवा में उड़ते वक्त मिलते कीड़ को गाकर पक्षी अपनी मूंग मिटाता दे, लेकिन पंख देकर दीमक पाने की सुविधा के कारण उससे उड़ने की ज़रूरत भी नहीं होती. बेकार बैठे बैठे गाने मिलने के कारण वह पक्षी आलसी बन जाता है. पेज नंबर 19. दीमक को हमारे स्वाभाविक आहार नहीं है और उसके लिए अपने पंख तो हरगिज नहीं दिया जा सकते. इस कथन के आधार पर वर्तमान संस्कृति का विशेषण करें. നമുക്കറിയാം, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല എന്ന് പറയുന്നുണ്ട്. ആര്?
നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, നൗജവാൻ പക്ഷിയുടെ അച്ഛൻ അവയ്ക്ക് വേണ്ടി തൻ്റെ തൂവലുകൾ ഒരിക്കലും നൽകാനാവില്ല, സ്വാഭാവിക ആഹാരമല്ലാത്തത് കൊണ്ട് തൂവലുകൾ കൊടുക്കരുത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി ഇന്നത്തെ സംസ്കാരത്തെക്കുറിച്ച് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. യുവാവായിട്ടുള്ള പക്ഷി തൻ്റെ തൂവലുകൾ നൽകി വണ്ടിക്കാരിൽ നിന്ന് ചിതലുകൾ സ്വീകരിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിനു പറക്കാൻ കഴിഞ്ഞില്ല, കാരണം അതിൻ്റെ ചിതലുകൾക്ക് പകരമായിട്ട് തൂവലുകളെല്ലാം നൽകേണ്ടിയിരിക്കുന്നു. ചിതലുകൾ പക്ഷിയുടെ സ്വാഭാവിക ആഹാരമല്ല എന്ന് അതിൻ്റെ അച്ഛൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വാക്കുകൾ അത് ചെവിക്കൊണ്ടില്ല. ആധുനിക സമൂഹത്തിലെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. യുവ തലമുറ അച്ഛനും അമ്മയെയും അനുസരിക്കാൻ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നു എന്നും മുന്നറിയിപ്പ് നൽകുന്നവരെ അവർ അവഗണിക്കുന്നു എന്നും അവസാനം ജീവൻ അപകടത്തിലാകുമ്പോൾ അവർ തങ്ങളുടെ തെറ്റ് തിരിച്ചറിയുന്നു എന്നും ആണ് നമ്മുടെ ഈ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നത്. नौजवान पक्षी अपने पंख देकर गाड़ी वाले से दीमक देकर गाता है। कुछ दिनों बाद वह उड़ जा सका क्योंकि दीमकों का बदल उसे सब पंख लेना पड़ा। पहले ही उसके पिता ने चेतावनी दी कि दीमकों पक्षियों का स्वाभाविक आहार नहीं है, लेकिन नौजवान पक्षी ने पिता की बातों न मानी। आधुनिक समाज की हालत भी ऐसा ही। युवा पीढ़ी माँ बाप की बातों न मानकर अपनी मर्जी से चलती है। चेतावनी देने वाले को वे आज्ञा से देखता है। अंत में जान खतरे में पढ़ते वक्त वे अपनी गलती पहचान लेता है. ഇതൊക്കെ എഴുതിയിട്ട് അയച്ചു തരണം 2 പേർക്കും കേട്ടോ.